മുടി ഒഴിയുന്നുണ്ടോ? അതുപോലെ എപ്പോഴും വിശപ്പ് തോന്നുന്നുണ്ടോ? ജിമ്മിൽ പോയിട്ടും പ്രത്യേകിച്ച് ഒരു സ്ട്രെങ്ത്തും തോന്നുന്നില്ലേ? നിങ്ങളുടെ ബോഡി ഈ ഒരു ന്യൂട്രിയന്റിന് ആവശ്യമായിരിക്കാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ. ഭക്ഷണം കഴിച്ചിട്ടും പെട്ടെന്ന് വിശക്കുന്ന ഒരവസ്ഥ. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും വിശക്കുന്ന ഒരവസ്ഥ. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് സേഷ്യേറ്റിംഗ് ന്യൂട്രിയന്റ് ആണ്. ഈ സേഷ്യേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം വിശപ്പകറ്റി സംതൃപ്തി തരുന്നതിൽ മുന്നിലാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മീൽസിൽ കറക്റ്റായിട്ട് പ്രോട്ടീൻ ഉൾക്കൊള്ളിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ വീണ്ടും വീണ്ടും സ്നാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടും. മുടി കൊഴിച്ചിൽ കൂടുന്നു. മുടിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് കെരാറ്റിൻ. അപ്പോൾ ഈ കെരാറ്റിൻ നിർമ്മിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് നമ്മുടെ അവയവങ്ങൾക്കാണ്. അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിലാവുകയും ഹെയർ ഫോൾ കൂടാനും വളരെയധികം കാരണമാകും. സ്ട്രെങ്ത് കുറയുന്നു, മസിൽ വളരുന്നില്ല. പ്രോട്ടീൻ എന്ന് പറയുന്നത് മസിൽ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും സ്ട്രെങ്ത് കൂടുന്നില്ല, മസിൽ പെട്ടെന്ന് റിക്കവർ ആകുന്നില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കണം നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആയിരിക്കാം ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളത്. ചെറിയ മുറിവുകൾ പോലും വൈകി ഭേദമാകുന്നു. നമ്മുടെ ബോഡി ടിഷ്യൂ റിപ്പയർ ചെയ്യാനായിട്ട് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്. അതിനാൽ സ്കിന്ന്, ടിഷ്യൂ എന്നിവയുടെ ഹീലിംഗ് പ്രോസസ്സിൽ പ്രോട്ടീന് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് വഹിക്കുന്നത്. നഖങ്ങൾ ദുർബലമാവുന്നൊരവസ്ഥ. നിങ്ങളുടെ നഖങ്ങൾ പൊട്ടിപ്പോകുന്നുണ്ടോ? പെട്ടെന്ന് ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രോട്ടീൻ എടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. പല കാരണങ്ങൾ കൊണ്ടും നഖങ്ങൾ പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പക്ഷേ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ലക്ഷണങ്ങൾ മാത്രം നോക്കിയിട്ട് നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണെന്ന് പറയാൻ സാധിക്കില്ല. അയൺ ഡെഫിഷ്യൻസി, അതേപോലെ തൈറോയ്ഡ് ഇഷ്യൂസ്, സ്ട്രെസ്, പുവർ സ്ലീപ്പ്, ഇതൊക്കെ ഈ സെയിം ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മീൽസിലും നമ്മൾ കറക്റ്റായിട്ട് പ്രോട്ടീൻ ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.